കാക്കുമോളെ ഇങ്ങോട്ട് വാ, നമുക്ക് ഇന്ന് വീഡിയോ എടുക്കാം. വീട്ടിലേക്ക് വാ വാ, നമ്മള് വ്ലോഗ്. ഇതാണ് ഞങ്ങളുടെ കാക്കിമോള്. കാക്കിമോള് വൻ സ്നേഹസമ്പന്നയാണ്. സ്നേഹം മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഇച്ചിരി ജാടയാണ്. നമ്മള് വിളിച്ചു വരുത്തേക്കുന്നതാണ്. വാ വീഡിയോ എടുക്കാന്നൊക്കെ പറഞ്ഞപ്പോഴത്തേനും നോക്കാന്നൊക്കെ പറഞ്ഞിട്ട് വന്നതാണ്. കാക്കിമോളെ ഇങ്ങോട്ട് നോക്കിയേ, എല്ലാരും കാണട്ടെ. അൺകണ്ടീഷണൽ ലവ്. ഇന്നെന്തോ ഒരു നാണമാണല്ലോ. അതാ അവളുടെ പരിപാടി കഴിഞ്ഞിട്ട് അവള് പോയി. വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേന് എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്നു. പരിപാടി കഴിഞ്ഞിട്ട് അവള് പോയി. എന്തി അവിടെ ഉണ്ടോ? അവിടെ പോയി നോക്കി. ഇപ്പൊ ഉണ്ട്. നീ എന്താ നോക്കിയിരിക്കുന്നേ? ഇങ്ങോട്ട് വാ ചുമ്മാ ക്ഷീണം പിടിച്ചിരിക്കാതെ ഒരു എനർജി ആയിട്ട് നിൽക്കേ. എന്നാ പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എന്നോടാണോ? ചോദിക്കേ. ടിൻസൻ എന്തിനാ കാസർഗോഡേക്ക് വന്നത്? ഞാനോ? അതിപ്പോ എങ്ങനെ? അല്ല, കുറ്റിയും പറിച്ച് പത്തനംതിട്ടേന്ന്. അല്ല, നീ അത് ചോദിക്കുന്നതിനുള്ള പൊരുള് എനിക്കിതുവരെ മനസ്സിലായില്ല. സംഭവം എന്നെ കല്യാണം കഴിക്കാനാണ് എനിക്ക് തോന്നി. സംഭവം അങ്ങോട്ടേക്കാണ് ഈ ഒരു പോക്കത്. അല്ല, അങ്ങനെ ഇപ്പൊ ഞാൻ ഇവള് ചോദിച്ച സ്ഥിതിക്ക് അതിനെ പറ്റിയിട്ട് ഞാൻ കൂടുതലായിട്ട് പറയാതിരുന്നില്ലെങ്കിൽ ഇവൾക്ക് വിഷമാവും. കാരണം ഇവള് ആഗ്രഹിക്കുന്ന ആൻസർ അതായിരിക്കും എനിക്ക് തോന്നുന്നു. അതിന് തന്നെ ആയിരിക്കും എന്നാണ് ഇവരുടെ വിചാരം. അങ്ങനെ ഇപ്പൊ അങ്ങനെ ആധികാരികമായി ചിന്തിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആധികാരികമായിട്ടൊന്ന് ചിന്തിച്ച് പറയണ്ട, ഉള്ളത് പറഞ്ഞാൽ മതി. അല്ല പിന്നെ അതൊക്കെ ഈ അതായത് ഈ നമ്മൾ ഇങ്ങനെ എഴുതി വെക്കുമെന്ന് പറയത്തില്ല തലവരയിൽ, അല്ലെങ്കിൽ എങ്ങനെ എന്തെങ്കിലും ഒരു ഓരോ അരമണിയിലും അത് തിന്നണ്ട അങ്ങനെയൊക്കെ പറഞ്ഞ ഒരു സംഭവം ഇല്ലേ. അപ്പം അതുപോലത്തെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. മീൻസ് അതായത് വന്ന് കാസർഗോഡ് കാഞ്ഞങ്ങാടിൽ വന്ന് റെയിൽവേയിൽ ട്രെയിൻ വന്ന് ഇറങ്ങുന്നു. അവിടുന്ന് കോളേജിൽ പഠിക്കാം. ഒരിക്കലും ഇല്ല. പക്ഷെ അത് വിചാരിച്ചു. അതിപ്പോൾ ഞാൻ പറഞ്ഞു വരട്ടെ. അതായത് കോളേജിലേക്ക് വന്ന്, അതായത് ഞാൻ കോളേജിൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും കാസർഗോഡ് വന്ന് ഇറങ്ങുന്നത്. കാസർഗോഡ് അല്ല പഠിക്കാൻ വേണ്ടി പഠിച്ചില്ല പോയി എന്ന് പറയാം. അപ്പോൾ കോളേജിലേക്ക് പോകണം എന്നൊരു ആഗ്രഹമായിട്ടാണ് കാസർഗോഡ് വരുന്നത്. കാസർഗോഡ് നമ്മുടെ നാട്ടിലെ കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങുന്നു. അവിടെ നിന്ന് വന്നിറങ്ങുന്നു. അതിനുശേഷം അലോട്ട്മെന്റ് ഇല്ലേ, ഓരോ കോളേജുകളിൽ സെലക്ഷൻ കിട്ടണ്ടേ. അങ്ങനെ ഓരോ കോളേജുകളും തപ്പി നോക്കി. അവസാനം എവിടെയും കിട്ടിയില്ല. നമുക്ക് അവസാനം വേറൊരു കോളേജ്, നമ്മുടെ നാട്ടിലെ പീപ്പിൾസ് കോളേജ് മുന്നാട് എന്ന് പറഞ്ഞൊരു കോളേജിൽ കിട്ടി. അതിനുശേഷം ഫസ്റ്റ് ഡേ ഞാൻ നല്ല വൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ട് പറയുന്ന ഏകടി അതിന്റെ ഇടയ്ക്ക് കയറിയിട്ട് ഇവളെ എന്തെങ്കിലും ഞാൻ പൊക്കി പറയണം. അപ്പം അങ്ങനെ അവസാനം വന്നു കഴിയുമ്പോഴത്തേനും ഒരു കോളേജ് സീൻ. ഫസ്റ്റ് ഡേ ഒരു മഞ്ഞ ഉടുപ്പൊക്കെ ഇട്ട് മഞ്ഞ ചുരിദാറൊക്കെ ഇട്ട് അതൊക്കെ ഓർമ്മയുണ്ട്. അങ്ങനെ അല്ലപ്പാ അതൊക്കെ കുറെ ഉണ്ട്. അപ്പൊ ഞാൻ പറയുന്നതൊക്കെ. അപ്പൊ അങ്ങനെ നിൽക്കുമ്പോഴത്തേനും ഒരു മഞ്ഞ ഉടുപ്പൊക്കെ ഇട്ടിട്ട് ഒരു തരുണി മണി കടന്നു വരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു കൊള്ളാലോ, നല്ല രസമുണ്ടല്ലോ, നല്ല മഞ്ഞ ഉടുപ്പൊക്കെ ഇട്ടിട്ട്. അതെ, പിന്നെ മഞ്ഞ വന്നു, ചുവപ്പ് വന്നു, പച്ച വന്നു, അങ്ങനെ പല ഡ്രസ്സുകൾ വന്നുകൊണ്ടിരുന്നു. അങ്ങനെയാണ് ശരിക്കും ഈ ഇവിടെ കാസർഗോഡ് എത്തിപ്പെടുന്നത്. പിന്നെ അതിനുശേഷം എന്താ പറയാ, ഇവള് ചോദിക്കാനായിട്ട് വന്ന കുട്ടിയായിരുന്നു. അതായത് ഇവള് ചോദിച്ച ചോദ്യത്തിനുള്ള ആൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് എത്തിപ്പെടണമെങ്കിൽ പിന്നെയും ടൈം എടുക്കും. അതായത് കുറച്ച് കാലം പിന്നെയും കുറച്ച് സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു. അതായത് കോളേജ് ലൈഫ് കഴിഞ്ഞു. കോളേജ് ലൈഫ് കഴിഞ്ഞതിന് ശേഷം അതും കഴിഞ്ഞു. അതിന് ശേഷം പിന്നെ ഏകദേശം ഒരു ഡിഗ്രിയൊക്കെ കഴിയുന്ന കാലഘട്ടമാകുമ്പോഴാണ് നീ പറയുന്ന ക്വസ്റ്റ്യനിലേക്ക് എത്തിപ്പെടുന്നത്, ആൻസറിലേക്ക്. കണ്ട മഞ്ഞ ഉടുപ്പ് കഴിഞ്ഞ് അങ്ങ് ചുവന്നതും കഴിഞ്ഞ് കറുപ്പും കഴിഞ്ഞ് അങ്ങ് എപ്പോഴും ആണ് എത്തിപ്പെട്ടതെന്ന്. അതായത് അതിനെല്ലാം ഒരു സമയമില്ല ദാസ. അപ്പൊ നീ പറയുന്ന സംഭവം കറക്റ്റാണ്. ചിലപ്പം അത് അല്ല, ഞാൻ പറയട്ടെ, അതായിരിക്കാം നമ്മുടെയൊക്കെ ഒരു ജീവിതത്തിൽ ഒരു ലക്ഷ്യം. ഇങ്ങനെ യാത്ര ചെയ്ത് പോകുമ്പോഴത്തേന് അത് നടക്കേണ്ട സമയത്ത് നടക്കും. പക്ഷേ അതിൻ്റെ മുന്നിൽ നടക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ നീ പറയുന്ന കറക്റ്റ് ആയിരിക്കും. അതുകൊണ്ടായിരിക്കാം മേ ബി ആ ഒരു സമയത്ത് എനിക്ക് ഇങ്ങനെ ഒരു ആലോചന വരുന്നു, ഇവിടെ നിന്ന് പത്തനംതിട്ട ഒന്ന് മാറി കാസർഗോഡ് വരണം, കാസർഗോഡ് വന്ന് പഠിക്കണം, ഈ നാട്ടിലേക്ക് വരണം എന്നൊക്കെ ഒരു ചിന്ത എനിക്ക് മനസ്സിൽ വന്നത്
ചിലപ്പം അതുകൊണ്ടൊക്കെ ആയിരിക്കാം. അത് മാത്രമല്ല, എനിക്ക് മനസ്സിലൊരു ഡ്രീമും ഉണ്ടായിരുന്നു. എൻ്റെ അന്നത്തെ ഡ്രീം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിലിമിൽ എങ്ങനെയും എത്തിപ്പെടണം, അങ്ങനെ ഒരു ഡ്രീമാണ്. ഇപ്പോഴും അത് തന്നെയാണ്. പക്ഷെ ആ ഒരു ഡ്രീമിനെ ബേസ് ചെയ്ത് വന്നപ്പോഴത്തേന് സംഭവിച്ച കഥകളിലൂടെയാണ് നീ ഇവിടെ നിൽക്കുന്നത്. എന്നാലും ആൻസർ എത്തിയില്ല. അതല്ലേ നീ ഇവിടെ നിൽക്കുന്നത് പറഞ്ഞത്. ഇപ്പൊ ആൻസർ മനസ്സിലായി. ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ ആൻസർ ഒപ്പിച്ച. ഇനി എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യനും ഇല്ല. അന്നാ ഒരു ക്വസ്റ്റ്യനും കൂടെ. നമ്മളെ നേരത്തെ കണ്ട പെറ്റില്ലേ ഗാർഗി, ഗാർഗിനെ കൊടുത്തു. ഗാർഗിയോടെ വാ, ഗാർഗിമോക്കുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്നാ വാ പറ ചോദിക്ക്. ഗാർഗിയോടാണ് ഇഷ്ടം, എന്നെയാണ് ഇഷ്ടം? അതിപ്പം വല്ലാത്തൊരു ക്വസ്റ്റ്യൻ ആയിപ്പോയല്ലോ. ഏതിപ്പോ ഞാനിപ്പോ അതിനെ പറ്റിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ വ്ളോഗിലല്ല, വേറൊരു വ്ളോഗിൽ പറയാം. ബൈ ബൈ ബൈ. ശരി ചേട്ടാ.